അതെ. നമ്മൾ ഈ മീൻ വളർത്തുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമല്ലേ ഈ ഫംഗസ് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു പണി കിട്ടി കേട്ടോ. കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു മീനെ ഇങ്ങനെ അടിയിൽ തന്നെ കിടക്കുകയാണേ. ആശാൻ എന്തിതാ പൊങ്ങി വരുന്നില്ല. എന്നാൽ അവനൊന്ന് പിടിച്ച് നോക്കിയാലെന്ന് പറഞ്ഞ് ഞാനും ആൽബിച്ചനും കൂടെ അവനൊന്ന് പിടിച്ചു കേട്ടോ. പിടിച്ച് അവനിങ്ങനെ പൊക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ സൈഡിൽ ഒരു റെഡ് കളറിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 2 മെഡിസിൻസ് ആട്ടോ നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മിക്ക ഷോപ്പുകളിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ നമുക്ക് ഈ മെഡിസിൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ആ വൂണ്ട് സീൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ പിടിച്ച് ഇപ്പോൾ വൂണ്ട് സീൽ ചെയ്യാൻ പോവാണേ. അപ്പോൾ ആൽവിച്ച് എന്തേ വലയൊക്കെ എടുത്ത് ആശാനെ പിടിക്കാൻ പോകാം കേട്ടോ. ഭയങ്കര പേടിച്ച് എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്നു. ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ട് ആശാൻ താഴെ തന്നെ ഇരിക്കുക. ഒരു വിധത്തിൽ ആൽവിച്ചിന് അതിനെ പൊക്കിയെടുത്തു കേട്ടോ. മാത്രമല്ല നമുക്ക് വെള്ളത്തിൽ വെച്ചാൽ മരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അവനെ കരയെ കയറ്റി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വിചാരിക്കുന്നുണ്ടോ ഇതിനെ തന്നെ നമ്മൾ കൊല്ലാൻ കൊണ്ടുപോകുന്നത്. അതിനറിയില്ലോ അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. കരയെ വെച്ചപ്പോഴത്തേക്ക് ആശാൻ ഭയങ്കര തുള്ളിച്ചാട്ടം. അങ്ങനെ ഒരു വിധത്തിലെ മെഡിസിനൊക്കെ ആക്കി ഇതേ ആശാനെ വേഗം തന്നെ നമ്മൾ കുളത്തിലേക്ക് തന്നെ വിട്ടു കേട്ടോ. വെള്ളത്തിലേക്ക് വിട്ട വടി ഇതേ ആശാൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു കേട്ടോ. ആശാൻ പേടിച്ചോട്ടുണ്ടാവും, അതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച ഈ മെഡിസിന് ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷൻ്റെ ആ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രം ചെയ്താൽ പോരാ, ബാക്കിയുള്ള ഫിഷിനെയും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച വലിയ ബോട്ടിലില്ലേ, ആ ബോട്ടിലെ മെഡിസിനും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എത്ര ലിറ്റർ ആണ് നമ്മുടെ പോണ്ട് അതനുസരിച്ചാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി. ഈ മെഡിസിൻ ഇങ്ങനെ പല പല ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പല പല ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.